പി ജയരാജൻ LDF കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവായി. ഇതാണ് MV ഗോവിന്ദന്റെ പ്രയോഗം. ഒഴിവായതല്ല എന്നും പാർട്ടി കൈവിട്ടതാണെന്നും സുവ്യക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് സഖാക്കൾക്ക് മുന്നിൽ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെന്ന വെള്ളിടി വീണത്. പാപിക്കൊപ്പം ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നേ പറഞ്ഞതാണ്. അന്നത്തെ നിലം തൊടാത്ത തോൽവിക്ക് ജയരാജന്റെ പാപക്കറ കൂടിയാണ് കാരണമെന്ന് നേതൃത്വം മാത്രമല്ല, ബെഞ്ചിലിരുന്ന ബ്രാഞ്ച് കൂടിയവർ പോലും വിലയിരുത്തി, വിമർശിച്ചു. ഒരു കാലത്ത് കേരളത്തിലെ CPIM-ൽ രണ്ടാമത്തെ അധികാര കേന്ദ്രമായിരുന്ന EP കഴിഞ്ഞ ദിവസം കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ LDF കൺവീനറായി മുകേഷിനെ ന്യായീകരിച്ച EP ഈ പകൽ മുതൽ മുന്നണിയുടെ അധ്യക്ഷനല്ലാതായിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിലെ കരുത്തൻ രണ്ടാം പിണറായി സർക്കാർ പാതി വഴിയിലെത്തിയപ്പോൾ ചിത്രത്തിലെ ഇല്ലാതാകുന്നു. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന്റെ തൊട്ടുതലേ ദിവസമാണ് നടപടി. തിരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ച തിരുത്തൽ നടപടി മേലേത്തട്ടിൽ നിന്ന് തുടങ്ങുകയാണോ? നേതൃത്വത്തിൽ തിരുത്തും. ചർച്ചയിൽ CPM പ്രതിനിധിയില്ല. ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, കോൺഗ്രസിൽ നിന്ന് റിജിൽ മാക്കുറ്റി, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവരാണ്. ആദ്യം ഞാൻ ആരിലേക്ക് പോകണം? ആദ്യം ഞാൻ രാഷ്ട്രീയ നിരീക്ഷകരിലേക്ക് പോകുകയാണ്. ശ്രീ NM പിയേഴ്സൺ, EP ഒഴിവായി എന്ന വാക്കാണ് MV ഗോവിന്ദൻ ഇന്ന് പ്രയോഗിച്ചത്. ഒഴിവാക്കിയതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന് ഇത്രയും കാലതാമസം എടുത്തു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഇതിപ്പോൾ നാളെ മുതൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ്, ബ്രാഞ്ച് യോഗങ്ങൾ തുടങ്ങുകയാണ്. അവിടെ മറുപടി പറയേണ്ടതിൻ്റെ തൊട്ട് തലേ ദിവസം നടപടിയെടുത്തുകൊണ്ട് തിരുത്തൽ തുടങ്ങുന്നു. ഇതാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, EP ജയരാജൻ പല ഘട്ടങ്ങളിലും പാർട്ടിയെ ധർമ്മസങ്കടത്തിലാക്കുകയോ കുഴപ്പത്തിലാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവരും പാർട്ടിയെ നിരീക്ഷിക്കുന്നവരും പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നു സവർക്കർ വിപ്ലവകാരിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനതിനെ അതിശക്തമായിട്ടൊന്ന് വിമർശിച്ചിരുന്നതാണ്. കാരണം സഹാക്കൾ അങ്ങനെ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന തരത്തിലേക്ക് മാറുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ചോർച്ചയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. EP-യുടെ പല പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. നമുക്കറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതിൻ്റെ പേരിൽ ഞാനതിലേക്ക് കിടക്കുന്നില്ല. ഞാനതിന് പകരമായിട്ട് ഇന്നങ്ങനെ തീരുമാനമെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയുന്നത്. ഒന്ന്, നാളെ മുതൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നടപടികൾ സാധാരണ രീതിയിൽ CPM-നകത്ത് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്മേളനം നടക്കുന്നതിന് മുമ്പ് നടപടിയെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ളത്. രണ്ട്, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് കൂടിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ആ സെക്രട്ടേറിയറ്റിനകത്ത് അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഗോവിന്ദനും അതേപോലെ തന്നെ ജയരാജനും തമ്മിലുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ EP വിമർശിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം അത് കുടിപ്പകയുടെ തലത്തിലേക്ക് വളർന്ന് വികസിച്ചിരിക്കുന്നു. രണ്ട്, പാർട്ടിയെ നിരന്തരമായിട്ട് വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ EP-യുടെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലുമായിട്ടുണ്ടാകുന്നു. ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ജാവ്ദേക്കറും അതേപോലെ തന്നെ BJP-യുമായിട്ട് ഉണ്ടാക്കിയ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചുള്ളതായിട്ടുള്ള ചർച്ചകൾ തന്നെ അദ്ദേഹം തുറന്നു വെക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ അന്നാണ്. അതൊക്കെ എങ്ങനെയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യാതിരിക്കാനായിട്ട് കഴിയുക? അതുകൊണ്ട് അവർ ചോദ്യം ചെയ്തിരുന്നു, പക്ഷേ നടപടി അന്ന് വന്നില്ല. അതിന് പാർട്ടി സൗകര്യമുള്ളൊരു സമയത്ത് നടപടിയെടുക്കുക എന്നുള്ളത് ഇതൊന്നും ശരിയായ ഒരു രാഷ്ട്രീയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു കോംപ്രമൈസ് പൊളിറ്റിക്സിൻ്റെ പാർട്ട് മാത്രമല്ല പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്ന് CPM-ന് തോന്നുന്നുണ്ടാവും. മുകേഷിൻ്റെ കാര്യമടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും പാർട്ടി എടുക്കുന്നതായിട്ടുള്ള സമീപനം യഥാർത്ഥത്തിൽ മധ്യവർഗ സമൂഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. പഴയകാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെറ്റി ബൂർഷ്വാസിയുടെ രാഷ്ട്രീയമാണ് എടുക്കുന്നത്. വർഗരാഷ്ട്രീയമായിരുന്നുവെങ്കിൽ എത്രയോ മുമ്പ് ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും പാർട്ടിയുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അത് പക്ഷേ പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. നമ്മൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ EP ജയരാജനെതിരായിട്ട് നടപടിയെടുക്കുന്നതിൽ പലപ്പോഴും തടസ്സമായി നിന്നിട്ടുള്ള പല കാരണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതായിട്ട് വരും. എന്തായാലും അത്തരത്തിലുള്ള ഒരു കോംപ്രമൈസ് പൊളിറ്റിക്സിലേക്ക് പാർട്ടി പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രമാത്രം വൈകിയത്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്തത് നാളെ മുതൽ സമ്മേളനം നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ്.
ശരി, ശ്രീ ജയേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ നടപടിയെ കാണുന്നത്? തിരുത്തൽ നടത്തും എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, തിരുത്തൽ നടത്തും എന്നുള്ളത്. അങ്ങനെ ഒരു തിരുത്തൽ മേൽത്തട്ടിൽ നിന്ന് തുടങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? EP ജയരാജന് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്ന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന നടപടി അതിനകത്തൊരു എന്നെ സംബന്ധിച്ചോളം ഞാനത് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. ഞാൻ പ്രതീക്ഷിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് റിവ്യൂ നടക്കുമ്പോൾ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി തൊട്ട് താഴോട്ടുള്ള കമ്മിറ്റികൾ EP ജയരാജനെതിരെ LDF കൺവീനറുടെ നിലപാടുകൾക്കെതിരെ, അദ്ദേഹത്തിൻ്റെ ഏപ്രിൽ 26 വോട്ടെടുപ്പ് ദിനത്തിലെ ആ പ്രസ്താവനയ്ക്കെതിരെ ഒക്കെ അതിരൂക്ഷമായ വിമർശനമാണ് വന്നത്. അപ്പോൾ അതിന് തൃപ്തികരമായ മറുപടി ബന്ധപ്പെട്ട യോഗങ്ങൾ പങ്കെടുക്കുന്ന ഉപരി കമ്മിറ്റി സഹാക്കൾക്ക് പറയാൻ വയ്യാത്ത, അല്ലെങ്കിൽ അവർക്ക് മൊഴിമുട്ടുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പല കമ്മിറ്റികളിലും വന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുമാത്രമല്ല, മറ്റ് പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞാൽ LDF കൺവീനർ എന്ന നിലയിൽ ഘടക പാർട്ടികളുമായിട്ടും സർക്കാരുമായും സ്വന്തം പാർട്ടിയുമായിട്ടും ഉള്ള ആ ഒരു കോർഡിനേഷൻ കൃത്യമായി ചെയ്യുന്നതിൽ വലിയ അപാകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ സജീവമായിരുന്നു. ഘടകകക്ഷികൾപ്പെട്ട പല നേതാക്കളും അത്തരത്തിൽ അസ്വസ്ഥരായിരുന്നു. പക്ഷേ CPMൻ്റെ തീരുമാനമാണ് LDFൻ്റെ കൺവീനർ ആകണമെന്നുള്ളത്. പ്രബല ഒന്നാം കക്ഷി CPM ഉണ്ട്. അതുകൊണ്ട് മറ്റ് കക്ഷികൾ ആരും മിണ്ടാതിരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ആ കാര്യത്തിൽ പിന്നീട് ഒരു ചർച്ച വിശദമായി മുന്നണിക്കകത്തോ മറ്റു തരത്തിലോ നടക്കാതെ പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ജാവദേക്കർ ഇഷ്യൂയൊക്കെ വന്നതോടുകൂടി കാരണം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് അദ്ദേഹം തന്നെ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതാണ്. പക്ഷെ നേരത്തെ ഇപ്പം മാത്രമല്ല, കോടിയേരി ഉണ്ടായിരുന്ന കാലത്ത് പല ഇദ്ദേഹത്തിൻ്റെ EP-യുടെ വാവിട്ട വാക്കുകൾ പലതും കോടിയേരിയാണ് ഭംഗിയായിട്ട് സമർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു സ്ലിപ്പ് ഓഫ് ടങ് എന്നുള്ള നിലയിലൊക്കെ ഈ ഘടകകക്ഷികളോടക്കം അല്ലെങ്കിൽ മാധ്യമങ്ങളോടക്കം ഒക്കെ വിശദീകരിച്ച് സാന്ത്വനിപ്പിച്ച് ന്യായീകരിച്ചൊക്കെ പോന്നിരുന്നത്. അതന്ന് കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ മന്ത്രിസഭാ പ്രവേശനം, പിന്നെ ഉണ്ടായ 3 മാസത്തിനകം ഉണ്ടായ രാജിയൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരുപാട് തുടർച്ചകളുണ്ട് EP-യുടെ കാര്യത്തിൽ. എല്ലാ സമയത്തും ഒരു വീഴ്ചയുണ്ടായ ശേഷം അദ്ദേഹത്തിന് തിരിച്ചു കയറാനും പറ്റിയിട്ടുണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ. ഇത് പക്ഷേ ഒരു സംഘടനാ നടപടി എന്ന രൂപത്തിൽ കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റിക്കെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു നടപടി സാധ്യമല്ലല്ലോ. അപ്പോൾ സാധ്യമായത് LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റുകയാണ്. ഇനി കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇനിയൊരു നടപടി ഉണ്ടാകുമോ? അതായത് സംഘടനാ തലത്തിലെ ഒരു നടപടി കൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ശ്രീ ജയേന്ദ്രൻ? ഇല്ല, സംഘടനാ തലത്തിൽ EP-യെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി സ്ഥാനത്ത് ഏതായാലും ഒഴിവാക്കില്ല ഈ ഘട്ടത്തിൽ. അതൊക്കെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആ ഘട്ടമാകുമ്പോഴേക്ക് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ കാണണം. ഇപ്പോൾ എന്തായാലും പാർട്ടി കോൺഗ്രസിൻ്റെ ഘട്ടം വരെ അദ്ദേഹം ഒഴിവാക്കപ്പെടില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് തന്നെ തുടരും. കാരണം ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പല നടപടികളും അന്നേരം തോന്നുന്ന പ്രതികരണം എന്താണോ അത് ആരുമായിട്ട് കൂട്ടുകൂടണം, ആരുമായിട്ട് മുമ്പോട്ട് പോകണം, ഇതൊക്കെ അപ്പം തോന്നുന്ന കാര്യങ്ങൾ അപ്പം ചെയ്യുന്നൊരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട്. ബോധപൂർവ്വം ആലോചിച്ച് ചെയ്യുന്നൊന്നുമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കുഴി ചാടിക്കാനോ പാർട്ടിയെ വെട്ടിലാക്കാനോ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. അതെല്ലാവർക്കും അറിയാം. പക്ഷെ സംഭവിക്കുന്നത് ഫലത്തിലങ്ങനെയാണ്. അത്തരത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് വാക്കുകൾ പ്രേരകമായിട്ടുണ്ട് എന്നുള്ളത് അവഗണിക്കാൻ പറ്റാത്ത വിധം വളർന്നത് ഈ ഇലക്ഷന് ശേഷം നടന്ന റിവ്യൂ റിപ്പോർട്ട് ആ വേളകളിലാണ്, അവലോകന യോഗങ്ങളിലാണ്. അത് പാർട്ടിക്ക് അവഗണിക്കാൻ കഴിയാത്ത വിധം നിൽക്കുന്നു. പക്ഷേ ഇതൊരു നടപടിയല്ല, അച്ചടക്ക നടപടിയൊന്നുമല്ല. അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക. അച്ചടക്ക നടപടി എടുക്കാൻ EP അച്ചടക്ക നടപടി എടുക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമില്ല, സെക്രട്ടേറിയറ്റിന് അധികാരമില്ല. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിയിൽ വെച്ച് മാത്രമേ നടപടി എടുക്കാൻ സാധിക്കൂ. ഇത് അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതല്ലാതെ EP എന്ന നേതാവിനെ പാർട്ടി തള്ളിപ്പറയുകയോ ഒഴിവാക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ അപ്പോഴും എനിക്കൊരു അഭിപ്രായമുണ്ട് സ്മൃതി, അദ്ദേഹത്തിനെ ഇങ്ങനെ ഒഴിവാക്കുന്നതിന് പകരം രാജിവെച്ചൊഴിയാൻ ഒരവസരം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനേയും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാര്യങ്ങൾ പറഞ്ഞിട്ട് EP താങ്കൾ രാജിവെച്ചൊഴിഞ്ഞോളൂ
എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ മനോഹരമായിരുന്നേനെ എന്നൊരു ധാരണ എനിക്കുള്ളത്. അതുകൂടെ ഞാൻ ഇവിടെ ചർച്ചയിൽ പറയുകയാണ്. ശരി, റിജിൽ മാക്കുറ്റി, ഇന്നിപ്പോൾ വി.ഡി. സതീശൻ പ്രതികരിച്ചത് BJPയുമായുള്ള CPMന്റെ അവിശുദ്ധ ബന്ധത്തിന് അതിന് ഇടനിലയായി പ്രവർത്തിച്ചിരുന്നത് EP ആയിരുന്നു. ഇപ്പോൾ EPക്കെതിരെ നടപടിയെടുത്ത് എന്ത് കാര്യത്തിനാണ്, ഇപ്പോഴുള്ള നടപടി എന്തിനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായില്ല എന്നാണ്. നിങ്ങളുടെ കോൺഗ്രസിനെ മൊത്തം മനസ്സിലാക്കൽ അങ്ങനെയാണോ? അങ്ങനെ BJP CPMന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നോ EP? തീർച്ചയായും സ്മൃതി, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലൈസൺ വർക്ക് CPMും BJPയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിരുന്നല്ലോ. അതിൻ്റെ തെളിവാണ് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നും മുഖ്യമന്ത്രിയായി ഈ കേരളം ഭരിക്കാനുള്ള കാരണം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ലൈസനാണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതുമെല്ലാം EP ജയരാജനാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവേദ്കർ ഒരു ദിവസം സുപ്രഭാതത്തിൽ മകൻ്റെ ബർത്ത്ഡേ അറിഞ്ഞ് അവിടെ കയറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയല്ലേ? അങ്ങനെയൊന്നും പോയ ആളല്ല. അങ്ങനെ ആരെങ്കിലും ഒരു പ്രത്യേകിച്ച് CPMന്റെ ഒരു കേന്ദ്ര കമ്മിറ്റിയും LDF കൺവീനറും വീട്ടിലേക്ക് മകൻ്റെ ബർത്ത്ഡേക്ക് പാർട്ടി അറിഞ്ഞ് പോകാൻ എന്ത് ബന്ധമാണ് ഈ പ്രകാശ് ജാവേദ്കറുമായിട്ട് EP ജയരാജനുള്ളത്? ആ EP ജയരാജൻ വളരെ കൃത്യമായി ഈ ലൈസൺ വർക്ക് നടക്കുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ BJPയെയും CPMനെയും ഒന്നിപ്പിക്കുന്നതിൻ്റെ പണിയെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കച്ചവടമായി മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് BJPയുടെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള വൈദേഹം ട്രസ്റ്റും നിരാമായ ട്രസ്റ്റും ചേർന്നുള്ള ബിസിനസ് ബാന്ധവം വളരെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള LDF കൺവീനറായിട്ടുള്ള EP ജയരാജൻ BJP നേതാവുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം പുറത്തു വന്നിട്ട് എന്ത് EP ജയരാജനെതിരായി നടപടിയെടുക്കാത്തത്? അതിലെ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ അതിനെ പാർട്ടി തള്ളി പറഞ്ഞോ? ബിസിനസ് ആവാം BJPയുമായിട്ട്, കൂട്ടുകച്ചവടം ആകാം BJPയുമായി നേതാക്കന്മാരുമായി പിന്നെ മറ്റു തരത്തിൽ ലൈസൻസ് വർക്കുകൾ ഉണ്ടാക്കാം. അതൊന്നും പ്രശ്നമല്ലേ? അപ്പോൾ അതൊക്കെ ഇവിടെ കിടക്കുകയല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ MV ഗോവിന്ദൻ ഇന്ന് പോലും അത് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ EP ജയരാജൻ്റെ ബിസിനസ് ബന്ധം? അതുമാത്രമല്ല LDF കൺവീനറിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ആരാ? BJPക്കാരാണ്. സുരേഷ് ഗോപിക്ക് പിന്നെ മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. MT രമേശിന് മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. അതോടെ രാജീവ് ചന്ദ്രശേഖരന് മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. അനിൽ ആന്റണിക്ക് മാർക്ക് കൊടുത്തതാരാ? EP ജയരാജൻ. അല്ലല്ല, എന്ത് നടപടി? എന്ത് നടപടി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള പാർട്ടിക്കകത്തുനിന്നാണ് നടപടി എടുക്കേണ്ടത്. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനുമായി ബിസിനസ് ബന്ധം ഇപ്പോൾ നടക്കല്ലേ? എന്തേ നടപടി എടുക്കാത്തത്? LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറ്റിയെന്നതിൻ്റെ പേര് അതാണോ നടപടി? അതല്ലല്ലോ നടപടി. പാർട്ടി ആർജവത്വത്തോടു കൂടി നടപടി എടുക്കാണ്ട് അങ്ങനെ നടപടി എടുത്തോ? നടപടി എടുത്തില്ല. എന്തുകൊണ്ടാണ്? നടപടി എടുക്കാൻ അതിൻ്റെ അകത്ത് നടപടി എടുക്കാൻ കഴിയില്ല. ഇതിപ്പോൾ നേരത്തെ ഇവിടെ ശ്രീ PSN സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിനകത്ത് അണികൾ ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പാർട്ടിക്കെതിരായി അല്ലെങ്കിൽ എതിർവായിക്ക് തിരുവായില്ലാതെ പിണറായി വിജയനെ മാത്രം മുൻകരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അണികൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടു കൂടി പിണറായി വിജയൻ അതോടെ അദ്ദേഹത്തിന്റെ ഈ ഉപജാപക സംഘത്തിനെതിരായി ആഞ്ഞടിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ സഖാക്കന്മാർ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊടിക്കൈ എടുക്കുക എന്നതിന്റെ ഭാഗമായി മാത്രമാണിത്. അല്ലാതെ EP ജയരാജൻ നടപടിയെടുക്കുക പിണറായി വിജയൻ നട്ടലുണ്ടോ? CPM നട്ടലുണ്ടോ? ഗോവിന്ദ മാഷക്ക് നട്ടലുണ്ടോ? കാരണം നടപടിയെടുത്താൽ EP ജയരാജൻ പലതും വിളിച്ചു പറയും. EP ജയരാജൻ വിളിച്ചു പറഞ്ഞാൽ പിണറായി വിജയന് നടപടിയെടുക്കുമ്പോൾ അത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വേണം നടപടി. റിജിൽ മാക്കുറ്റി, അതാണ് അതിന്റെ സംഘടനാ രീതി. അപ്പോൾ ഇവിടെ എടുക്കാവുന്ന നടപടി എന്നുള്ളത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ പറയട്ടെ, ഇത് ഇന്നല്ലേ തുടങ്ങിയല്ലോ. എന്തേ കേന്ദ്ര കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ലേ? എന്താ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഇതുവരെ പോളിറ്റ് ബ്യൂറോ കൂടാതാണോ? ഇത്രയും കേന്ദ്ര കമ്മിറ്റി അംഗം BJPയുടെ നേതാവുമായി ഈ കാലം അത്രയും ബിസിനസ് ബന്ധം നടത്തിയിട്ട് എന്തേ കേന്ദ്ര കമ്മിറ്റിക്ക് അത് കണ്ടെത്തി അതിന് നടപടി എടുത്തിട്ടില്ലേ? ഇതിപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് ഒഴിവാക്കിയെന്ന് പറയുന്നു. അതിനു മുമ്പ് എന്തുകൊണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റികൾ കൂടിയല്ലോ? അതിനകത്ത് എന്താ ചർച്ച വന്നില്ല? എന്തോ നടപടി വന്നില്ല? എന്തുകൊണ്ട് മാറ്റി നിർത്തിയിട്ടില്ല? ഇപ്പോഴാണ് ഇനി കേന്ദ്ര കമ്മിറ്റി കൂടേണ്ടത്? ഇത് ഇന്നലെ തുടങ്ങിയതാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് അതിനകത്ത് ചർച്ചയില്ല? EP ജയരാജനെ തൊടാൻ ഈ പാർട്ടിക്കകത്ത് നിന്ന് നടപടിയെടുക്കാൻ അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്താനുള്ള ആർജവം CPMന്റെ കേന്ദ്ര കമ്മിറ്റിക്കുമില്ല, പിന്നെ സീതാറാം യെച്ചൂരിക്കുമില്ല, ഗോവിന്ദ മാഷക്കുമില്ല. അതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇപ്പോൾ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ EP-യുടെ സ്ഥാനം തെറിക്കാൻ കാരണമായിരിക്കുന്നത്. രാമനിലയത്തിൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ ഡൽഹിയിൽ വെച്ച് ഇവിടെ വെച്ചൊക്കെ BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് EP-യുമായി എന്നാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം അറിയാതെയായിരുന്നു ഇവിടെ CPM-ലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ. അതുകൊണ്ടാണോ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരൂ എന്നൊരു ക്ഷണം BJP നേതാക്കൾ നടത്താത്തത്?
അല്ല, അങ്ങനെ ശ്രീമാൻ EP ജയരാജനോ അതല്ലെങ്കിൽ CPM അങ്ങനെ ഒരു വിവക്ഷ ഇതിന് കൊടുത്തിട്ടില്ലല്ലോ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം എന്താ പറഞ്ഞത്? EP ജയരാജൻ ആ സ്ഥാനം മാറിയിരിക്കുന്നു, ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തെ മാറ്റിയെന്നോ അദ്ദേഹം രാജിവെച്ചോ എന്നോ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നടപടി നേരിട്ടു എന്നോ പറഞ്ഞിട്ടില്ല. ജാവ്ദേക്കർ കൂടിക്കാഴ്ച കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDF-നെ അല്ല, അത് ഉണ്ടാകാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതും ഒരു കാരണമാകാം. അതൊക്കെ CPM-നെ സംബന്ധിച്ച് അവരുടെ പാർട്ടി ഒരു നടപടി എടുക്കുമ്പോൾ അവർ പല പല കാരണങ്ങൾ പറയും, പല പല ന്യായീകരണങ്ങൾ അതിനെ കൊണ്ടുവരും. ഇപ്പോൾ മുകേഷിനെതിരെ നടപടി എടുക്കുന്നില്ല, എന്താ ന്യായീകരണം? ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ ധാർമ്മികതയുടെ പേരിൽ തിരിച്ചെത്താനാവില്ല. അതാ ഞാൻ പറഞ്ഞത്. CPM-നെ സംബന്ധിച്ച് അവരുടെ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അവർക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങളിൽ ഒന്ന് മാത്രമാണിത്. അതിൽ എന്തെങ്കിലും രാഷ്ട്രീയമോ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിൽ BJP-യുമായി ബന്ധപ്പെട്ടോ ഉണ്ട് എന്നല്ലല്ലോ അതിനർത്ഥം. ശ്രീമാൻ EP ജയരാജൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമാൻ EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന അധികാര മത്സരവും കിടമത്സരവും അതിൻ്റെ ഒരു ഇര കൂടിയാണ് ശ്രീമാൻ EP ജയരാജൻ എന്നേ കാണേണ്ടതുള്ളൂ. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും പാർട്ടിയിലെ മറ്റു നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും എല്ലാം നടക്കുന്ന നിരവധിയായിട്ടുള്ള അവരുടെ തർക്കങ്ങൾ, പാർട്ടിക്കകത്തുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങളുടെ എല്ലാം ഒരു ഇര കൂടിയായി മാറിയിരിക്കുകയാണ് ശ്രീമാൻ EP ജയരാജൻ. അതല്ലെങ്കിൽ അദ്ദേഹത്തോട് മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഇന്ന് ചോദിച്ചില്ലേ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹം ഏതെങ്കിലും വിശദീകരണം നൽകിയോ? പിന്നെ BJP-ക്കെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ BJP നേതാക്കന്മാരുമായി ശ്രീമാൻ EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലൊന്നും തെറ്റില്ല, അത് ഞാനും കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ BJP നേതാക്കന്മാരുമായി ഏതെങ്കിലും ചർച്ചകൾ നടത്തുക എന്നുള്ളത് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നടപടി നേരിടാനുള്ളൊരു മാർഗമോ രീതിയോ ലക്ഷ്യമോ ഒന്നുമല്ല. പാപിയോട് ചേർന്നാൽ ശിവനും പാപിയായിടുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതിനെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശ്രീമാൻ EP ജയരാജൻ എത്രയോ കാലങ്ങളായി എത്രയോ വിവാദങ്ങളിൽ പെടുകയും എത്രയോ ആളുകളുമായി ബന്ധപ്പെടുകയും അദ്ദേഹം അതിൽ ആരെയാ ഉദ്ദേശിച്ചത്? ഒരാളെയല്ലേ, ഒരു സംഘടനയിലല്ലോ. ആരാ അതിലെ ശിവൻ? അദ്ദേഹം ആരുടെ അടുത്താണ് പോയത്? ആരുടെ വീട്ടിലാണ് പോയത്? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ എവിടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ അതിനെ സംബന്ധിച്ച് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാവുന്നതല്ലേ. അതിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രീമാൻ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില അച്ചുതണ്ടുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബന്ധങ്ങളും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ശിവനെ കുറിച്ച് പറഞ്ഞത്. ആരാണത്? BJP ആണോ? BJP ആണെങ്കിൽ അന്ന് തുറന്നു പറയില്ലേ? അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? അങ്ങനെയല്ല. എനിക്കിതിനകത്ത് തോന്നുന്നത് ശ്രീമാൻ EP ജയരാജൻ ബംഗാളിലെയും ത്രിപുരയിലെയും എല്ലാം നിരവധിയായിട്ടുള്ള നേതാക്കന്മാരെയും അണികളെയും അവരെടുത്തിട്ടുള്ള നിലപാടുകളെയും അവർ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെയും എല്ലാം നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ മാറ്റം, സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ മാറ്റം, അതിൽ കേരളത്തിൽ ഇനി പ്രത്യേകിച്ച് തന്നെ സംബന്ധിച്ച് തൻ്റെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് തനിക്ക് ഈ ഇടതുപക്ഷത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും അതിൽ കാണാനില്ല എന്ന് പറയുന്ന സമയത്തോ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ആശയത്തിനോ അവരുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിക്കോ പ്രത്യേകമായി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രയോ ആളുകൾ മാറി നിൽക്കുന്നു, എത്രയോ ആളുകൾ വിട്ടുപോയിരിക്കുന്നു. BJP-യിൽ ഒരു കസേര റെഡിയാണോ? സ്മൃതി, അത് തീരുമാനിക്കേണ്ടത് ശ്രീമാൻ EP ജയരാജനല്ലേ. EP ജയരാജന്റെ മുൻപിൽ ഇന്ന് ഈ ഒരു അദ്ദേഹം ഒരു സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്, ഒരു ചുമതലയിൽ നിന്ന് മാറി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് എന്ന് CPM വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നൊരു നിലപാട് CPM എടുത്തിട്ടില്ല, അദ്ദേഹവും തള്ളിപ്പറയുന്നൊരു നിലപാട് പൊതുസമൂഹത്തിൽ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി EP ജയരാജൻ ഏതെങ്കിലും തരത്തിൽ BJP-യുമായി ബന്ധത്തിൻ്റെ പുറത്താണ് നടപടി നേരിടുന്നതെങ്കിൽ
അദ്ദേഹം പാർട്ടിയിൽ നിന്നല്ലേ നടപടി നേരിടേണ്ടത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നുമല്ല ഇതിലെ പ്രധാനപ്പെട്ട കാരണം. ഇത് CPM-നകത്ത് ഇപ്പോൾ നടക്കുന്ന ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ പകൽ പോലെ വ്യക്തമല്ലേ. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാർട്ടിയുടെ ശരി, അത് വേറെ വിഷയം. നിങ്ങളുടെ നേതാവ് അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലെത്തിയതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിക്കാനുള്ള കാരണമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടറായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു ട്രബിൾ മേക്കർ ആയിരിക്കുന്നു. പാർട്ടിയുടെ ഫണ്ട് റേസർ ആയിരുന്നു. ഈ നിലയ്ക്കൊക്കെ, അല്ലെങ്കിൽ മുന്നണിക്കകത്തെ പ്രശ്നപരിഹാരകനായിരുന്നു. ഈ രൂപത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ ഒരു പ്രശ്നമായി വരുന്ന ഒരു ഘട്ടം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. അത് ഏത് ഘട്ടത്തിലാണെന്ന് താങ്കൾക്കും അറിയാം. ഇനി അങ്ങോട്ട് ഇപിയുടെ രാഷ്ട്രീയ ഭാവിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? CPM-നകത്ത് നടക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും ഇപിക്കെതിരായി എന്നാണോ താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? ഇനി രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അദ്ദേഹത്തിന് CPM-നകത്ത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, EP ശരിക്കും അങ്ങ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പാർട്ടിക്ക് വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള നേതാവാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകിയത് കനത്ത ശിക്ഷ തന്നെയാണ്. അത് തുറന്ന ശിക്ഷ തന്നെയാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അത് പാർട്ടി അണികൾക്ക്, പാർട്ടി സംഘടനകൾക്ക്, അണികൾക്ക് നൽകിയ ഒരു വലിയ സന്ദേശമാണ്. EP-യെ പോലെ ഒരു വലിയ നേതാവിനെ പോലും സ്ഥാനഭ്രഷ്ടനാക്കാൻ ഒറ്റ തീരുമാനം മതി എന്നുള്ളതൊരു വലിയ ശിക്ഷ തന്നെയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സ്മൃതി ചൂണ്ടിക്കാണിച്ച പിണറായി വിജയൻ്റെ വാചകം, കൂട്ടുകെട്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് ശരിയായില്ല എന്ന് അന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ്. മാത്രമല്ല, ശിവനോട് പാപി കൂട്ടുകൂടിയാൽ ശിവനും പാപിയാകും എന്നുള്ള പരാമർശം, അർത്ഥഗർഭമായ ഒരു പരാമർശം. ഇതിലൊക്കെ പ്രധാനമായിട്ട് അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇതുപോലെ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്നുള്ള പരാമർശം, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിന് നൽകിയ പരസ്യമായ ശിക്ഷയാണ് എന്ന് തന്നെ വരുന്നു. തന്നെ ഒരു കാര്യം കൂടിയുണ്ട് അതിനകത്ത്. ഈ സമ്മേളനത്തിന് സംസ്ഥാന സമ്മേളനം, പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ EP ജയരാജൻ്റെ പ്രായപരിധി കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടി സ്ഥാനങ്ങളിൽ ഉണ്ടാവുകയില്ല. പക്ഷേ അതിനു മുമ്പ്, കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം 75 വയസ്സ് അപ്പോഴത്തേക്ക്, അതിനു മുമ്പ് തന്നെ 2025 മെയ് വരെ ഉണ്ടല്ലേ? ഓക്കെ. എന്നാലും അദ്ദേഹത്തിൻ്റെ ഇത്ര തിടുക്കപ്പെട്ട് ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണം തീർച്ചയായിട്ടും ഒരു ശിക്ഷ തന്നെയാണ്, സംശയമൊന്നുമില്ല. പ്രകാശ് ജാവ്ദേക്കർ, ഇനി ഞാനൊരു ഉദാഹരണം കൂടി പറയാം. അതിനേക്കാൾ പ്രധാനം, കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിറമായ എന്ന ബിസിനസ് സ്ഥാപനവുമായിട്ട് കൂട്ടുകൂടിയാണ് ഇപ്പോൾ EP-യുടെ ഭാര്യ ഇന്ദിരാമ്മ നടത്തുന്ന വൈദികം എന്ന സ്ഥാപനം കൂട്ടുകൂട്ടിയാണ് നടത്തുന്നത്. വൈദികത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു നിന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേം കുറേ കാലം മുമ്പ് അന്വേഷിച്ചിരുന്നു. അത് വിശദമായിട്ട് ആ കണക്കുകളെല്ലാം പരിശോധിച്ചു. അത് ഔദ്യോഗികമായിട്ട് തന്നെയാണ് പരിശോധിച്ചത്. അതുപോരാഞ്ഞ് വേറെ ഒരു ഏജൻസിയെ കൊണ്ട്, അതും കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ഏജൻസിയെ കൊണ്ടാണ് കണക്കുകൾ വിശദമായിട്ട് പരിശോധിച്ച കണക്കുകൾ വിശദമായിട്ട് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഒന്നുകിൽ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് നടത്തിയ ഒരു അന്വേഷണം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ വളരെ വളരെ കാര്യമായിട്ട് തന്നെ EP-യുടെ നടപടികളിലേക്ക് പാർട്ടി ശക്തമായിട്ട് തന്നെ നോക്കിയിരുന്നു, ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സത്യം. അതുകൊണ്ട് നിറമായ എന്ന BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബിസിനസ് സ്ഥാപനവുമായിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കിയ സ്ഥാപനം, ഏതാണ്ട് 40 കോടിയോളം രൂപ നിക്ഷേപമുള്ളതാണ് വൈദികം എന്ന EP-യുടെ ഭാര്യ നടത്തുന്ന സ്ഥാപനം. അത് BJP നേതാവിൻ്റെ ഒരു സ്ഥാപനവുമായിട്ട് വിവാദത്തിന് ശേഷം
ഇല്ല, ഇപ്പോഴും വൈദികം അതിൻ്റെ മേൽനോട്ടം നടത്തിപ്പ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിറമായ എന്ന സ്ഥാപനത്തിന് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം എനിക്ക് കണ്ണൂരിൽ നിന്ന് കിട്ടിയ ഏറ്റവും കൂടുതൽ വിവരമാണ്. ഇപിയുടെ ഭാര്യയുടെ ഷെയറിന്റെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത്. ഷെയറിന് മാറ്റമില്ല, പക്ഷേ ആ വൈദികം എന്ന സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിപ്പോഴാണ് നല്ലപോലെ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്ത ശേഷമാണ് ആ സ്ഥാപനം ലാഭം ഉണ്ടാക്കി തുടങ്ങിയത്. ഇപ്പോൾ നല്ലപോലെ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഇപിയുടെ ഭാര്യ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ലാഭത്തിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ തുടക്കത്തിൻ്റെ വർഷമാണ്. പതുക്കെ അത് പച്ച പിടിച്ച് കടമൊക്കെ വീട്ടിൽ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതിനകത്ത് യാതൊരു അഴിമതിയും നമ്മുടെ വിഷയം അല്ല അത്, ഞാനിതിനൊക്കെ കടക്കുന്നില്ല, ഞാനത് പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു BJP നേതാവിൻ്റെ സ്ഥാപനവുമായിട്ട് അതൊരു ബിസിനസ്സായിട്ട് കണക്കാക്കാവുന്നുള്ളൂ. ആത്യന്തികമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഒരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അത് BJPക്കാരനോട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ പാർട്ടി അണികളിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയ കാര്യം, കണ്ണൂരിൽ നിന്നൊരു നേതാവായി EP ആ വോട്ടെടുപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രകാശ് ജാവ്ദേക്കർ എന്ന പ്രമുഖ ദേശീയ നേതാവായ BJP നേതാവിൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തിയത് അത് പാർട്ടി അണികളിൽ ഒരു വലിയ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്, ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. അത് പാർട്ടി ഗൗരവമായിട്ടെടുത്തു. ഇതെല്ലാത്തിൻ്റെയും ആകത്തുകയാണ് ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ ജയേന്ദ്രൻ, ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതമല്ല EP ജീവിച്ചിരുന്നത് എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റേ ആയിരുന്നില്ല. അദ്ദേഹം പരിപ്പുവടയും കട്ടൻ ചായയും അല്ലല്ലോ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ കഴിക്കേണ്ടത് എന്നൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മുമ്പ് വന്നിട്ടുള്ളതാണ്. പക്ഷേ പരിപ്പുവടയും കട്ടൻ ചായയുമായിട്ടല്ല ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്പോൾ ജീവിക്കുന്നതെന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജീവിതം ജീവിക്കാത്ത ഒരുപാട് നേതാക്കൾ ഉള്ളപ്പോൾ അതിലപ്പുറമുള്ള ചില കാര്യങ്ങൾ തന്നെയാണോ, അതായത് പ്രതിരോധത്തിലാവുന്ന സാഹചര്യം? ഇവിടെ BJPക്ക് 5 സ്ഥാനാർത്ഥികളെങ്കിലും, നല്ല മിടുക്കരായ 5 സ്ഥാനാർത്ഥികളെങ്കിലും ഉണ്ട് എന്ന വാചകം, വോട്ടെടുപ്പ് ദിവസം തന്നെ ഞാനിങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, എന്നെ കാണാനാണ് വന്നത് എന്ന് വോട്ടെടുപ്പ് ദിവസം പറഞ്ഞ് രാവിലെ, അതായത് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തിന് ആ സമയത്ത് തന്നെ ആ ഒരു പ്രതികരണം നടത്തി. അങ്ങനെ പാർട്ടിയെ തോൽപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായി ഭവിച്ചു എന്നതാണോ ഈ സ്ഥാനം തെറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായത്? ശ്രീ ജയേന്ദ്രൻ. അങ്ങനെ പിന്നെ EP പാർട്ടിയെ ബോധപൂർവം എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിച്ചു എന്നുള്ളതല്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം ജീവിച്ചില്ല എന്ന വിമർശനവും പാർട്ടിക്കില്ല. പക്ഷേ ബോധപൂർവമല്ലാതെ, ഞാൻ ആദ്യം പറഞ്ഞ അതാണ്, അദ്ദേഹത്തിൻ്റെ പ്രകൃതം അങ്ങനെയാണ്. എന്തും തുറന്നങ്ങ് ചെയ്യാനുള്ളത് തുറന്നങ്ങ് ചെയ്യും, പറയാനുള്ളത് തുറന്നങ്ങ് പറയും. ആ ഒരു ലൈൻ അത് പാർട്ടിയെ എങ്ങനെ ബാധിക്കുമെന്നോ, അല്ലെങ്കിൽ പാർട്ടി അണികളെയോ സംസ്ഥാനത്തിനെ ആകെ തന്നെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഒരു ആസ് എ പൊളിറ്റീഷ്യൻ, ഒരു ലീഡിങ് പൊളിറ്റീഷ്യനാണല്ലോ CPM-ൻ്റെ, അത് ആ നിലയ്ക്ക് അദ്ദേഹം എടുക്കേണ്ട സ്റ്റാൻഡുകൾ അത് പലപ്പോഴും കൈവിട്ടുള്ള പ്രതികരണമായിട്ട് പോകുന്നുണ്ട്. അത് പുള്ളിയുടെ ഒരു കാര്യമുണ്ട് സ്മൃതി, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും മാസ്ക് വെച്ചാണ് രാത്രി കിടന്നുറങ്ങാൻ കഴിയുക, ഓക്സിജൻ ശ്വസിച്ചാണ് കിടന്നുറങ്ങാൻ കഴിയുക, അല്ലെങ്കിൽ കഴിയില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. അതൊക്കെ ഉണ്ട്. ആ ഒരു ആനുകൂല്യം പാർട്ടി പലപ്പോഴും കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഈ പുള്ളിയുടെ അബോധപൂർവമായ പല പ്രതികരണങ്ങളും പലപ്പോഴും പാർട്ടിയെ വെട്ടിൽ ചാടിച്ചിട്ടുണ്ട്. എന്നാലും പുള്ളിയോടുള്ള ഒരു താല്പര്യം അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയിരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവിടെ തെറ്റുതിരുത്തൽ രേഖയാണ് CPM ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പാർട്ടി കോൺഗ്രസിലേക്ക് സമ്മേളനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ആ പ്രാധാന്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എല്ലാ ജില്ലകളിലും അവലോകന യോഗങ്ങളിൽ EP-ക്കെതിരെ പ്രധാനമായി വിമർശനം ഉയർന്നിരുന്നു, എല്ലാ കോണുകളിൽ നിന്നും. അത് ബോധപൂർവം ആരും ഉയർത്തിവിട്ടതല്ല. VS അച്യുതാനന്ദൻ്റെ കാലത്തെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് ചർച്ചയിൽ ആരും പറയുന്നത് കേട്ടു. ആ ഒരു ലെവലിലേ അല്ല EP-യുടെ കാര്യത്തിലുണ്ടായ വിമർശനം. അത് സ്വമേധയാ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. EP ജയരാജനെ പോലുള്ളൊരു സഖാവ്, മുതിർന്ന സഖാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, അങ്ങനെ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. അതിന് ഒരു ഡിഫൻസ് പുള്ളിക്ക് പോലും ഇല്ല. പിന്നെ നോക്കൂ, ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുള്ളി ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗമാണ്, അദ്ദേഹം അവിടെ പങ്കെടുക്കേണ്ടതാണ്. നേരെ പുള്ളി കണ്ണൂരേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അത് പെട്ടെന്ന് നമുക്ക് കോയിൻസൈഡ് ചെയ്യാവുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ VS അച്യുതാനന്ദൻ 2015 കാണിച്ച ആലപ്പുഴയിലെ സ്റ്റേറ്റ് സമ്മേളനത്തിനുള്ള ഇറങ്ങിപ്പോക്കില്ലേ, അതുപോലൊരു അനിഷ്ടം കാണിച്ചുള്ള ഇറങ്ങിപ്പോക്ക് പോലൊരു പോക്കാണ് അങ്ങ് പോകുന്നത്. അതേസമയം പുള്ളി ഇന്ന് ഇരിക്കേണ്ടതല്ലേ?
അദ്ദേഹത്തിനെ ഒഴിവാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇന്നലെ തീരുമാനമെടുത്തതാണ്. അത് ഇത് സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിക്കും. അദ്ദേഹത്തിന് അറിയാം എന്താണ് പങ്കെടുത്ത കുഴപ്പം. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. ഇത് ഇങ്ങനെയുള്ള ചില പൊടുന്നനെ ഉള്ള ഇമോഷണൽ ആറ്റിറ്റ്യൂഡ് അത് പലപ്പോഴും പുള്ളി പ്രകടിപ്പിക്കാറുണ്ട്. അതൊക്കെയാണ് പലപ്പോഴും എല്ലാവർക്കും വിമർശന വിധേയമാകുന്നത്. ഇപ്പോൾ കാനം രാജേന്ദ്രൻ, എനിക്കറിയാവുന്നൊരു കാര്യമാണ്. കാനം ജീവിച്ചിരുന്ന ഘട്ടത്തിൽ ഇപിയുടെ ശൈലി, ഘടകപാർട്ടികളുള്ള ഘടകകക്ഷികൾ ഉള്ള ആ ശൈലിയിൽ ഒരു മാറ്റം വരുത്തേണ്ട അത്യാവശ്യമുണ്ടെന്ന് മുന്നണി യോഗം വിളിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. അതെ, അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കോർഡിനേഷൻ, അതാണല്ലോ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. ആ കോർഡിനേഷൻ പാർട്ടിയും സർക്കാരും മുന്നണിയും ഒക്കെ ആയിട്ട് വേണം. അതിൻ്റെ അകത്ത് പുള്ളിക്ക് പലപ്പോഴും അത് പാർട്ടി ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. അത്തരം വിമർശനങ്ങൾ പല സെക്രട്ടേറിയറ്റ് യോഗങ്ങളും ഉണ്ടായതായിട്ട് അറിയാം. കേന്ദ്ര കമ്മിറ്റിയിൽ അതൊരു വിമർശനമായിട്ട് വന്നിട്ടില്ലെങ്കിലും അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റിജിൻ മാക്കുറ്റി പറയുന്നത് പോലെ ഇത് പിണറായി വിജയൻ്റെ ഏതോ ഒരു കാര്യങ്ങൾ മറയ്ക്കാനാണെന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അത് പലപ്പോഴും മോക്കറിയായി പോകുന്നുണ്ടല്ലോ. അതുപോലുള്ള സംവിധാനമല്ല CPM-നെ സംഘടനാ കമ്മിറ്റി. പക്ഷേ പരസ്യമായ ഏറ്റുമുട്ടലിന് ശേഷം പിണറായി വിജയനും VS അച്യുതാനന്ദനും നടപടി നേരിട്ട ശേഷം ഇപ്പോൾ ആ രൂപത്തിൽ ആ തലപ്പത്ത് നടപടി നേരിടുന്ന പ്രധാനപ്പെട്ട നേതാവായി മാറുന്നു EP എന്നുള്ളതാണ്. അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഒന്നും രണ്ടുമല്ല, നിരവധിയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തോടെ അവിടെ നിൽക്കുന്നു. ശരി, ഞാൻ ശ്രീ NM പിയേഴ്സണിലേക്കും ബാക്കിയുള്ളവരും. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ യഥാർത്ഥത്തിൽ കോടിയേരിക്ക് ശേഷം താൻ എന്നൊരു തോന്നൽ EP-ക്ക് ഉണ്ടായിരുന്നു. സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ MV ഗോവിന്ദനേക്കാൾ സീനിയോറിറ്റി തനിക്കുണ്ട്. പോളിറ്റ് ബ്യൂറോ സ്ഥാനം ആഗ്രഹിച്ചു, അത് കിട്ടിയില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനം നോക്കിച്ചു, അത് കിട്ടിയില്ല. അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ പൂർണ്ണമായും നിസ്സഹകരണത്തിലേക്കും ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് തന്നെ പുറത്തേക്കുമുള്ള വഴി തെളിച്ചത്? വളരെ വ്യക്തമാണത്. കാരണം നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് EP അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അപകടത്തിലെത്തിയത് എന്നാണ് പലരും സംസാരിച്ചത്. അത് ശരിയല്ല. കാരണം EP പാർട്ടിയുടെ കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു. ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ പാർട്ടിയുടെ പരിപാടികൾ എന്തൊക്കെയാണോ അത് സംഘടിപ്പിക്കുകയും അത് കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്തിരുന്ന കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഇടർച്ചകൾ ഉണ്ടായിരുന്നില്ല ഒരു പ്രത്യേക കാലഘട്ടത്തിൽ. എപ്പോൾ ഇടർച്ച ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ പാർട്ടി അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ടുള്ള പരിഗണന നൽകിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയ സമയം മുതൽ തന്നെയാണ്. പാർട്ടിയുടെ സെക്രട്ടറി ആവും എന്ന് കരുതപ്പെട്ട തലത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം പാർട്ടിയോട് പിണങ്ങുന്നത്. ആ പിണക്കം എന്ന് പറയുന്നത് MV ഗോവിന്ദൻ താൻ വരേണ്ട സ്ഥാനത്ത് MV ഗോവിന്ദൻ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ MV ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കൂടിയുള്ള ഒരു ശണ്ടയായിട്ടത് മാറിത്തീരുകയാണ് ചെയ്തത്. അതിൻ്റെ ബഹിർസ്ഫുരണങ്ങളായിരുന്നു നടന്ന ഓരോ പ്രവർത്തനങ്ങളും. ജാഥ, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജാഥ, അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള പരിപാടികൾ, അതിലൊന്നും അദ്ദേഹം ബോധപൂർവം തന്നെ പങ്കെടുക്കാതിരുന്നതാണ്. അങ്ങനെ പങ്കെടുക്കാതിരുന്ന സമയത്തൊക്കെ അദ്ദേഹം പാർട്ടിയോട് കലഹിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കലഹിച്ച ആ രീതികൾ എന്ന് പറയുന്നത് മറ്റ് ഒരു നേതാവും കലഹിച്ച രീതിയിലായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കലഹം തന്നെയായിരുന്നു. ആ കലഹത്തിൻ്റെ ഒരു പര്യവസാനമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് തീർച്ചയായിട്ടും വളരെ പ്രമുഖമായിട്ടുള്ള ചൂണ്ടുപലകയാണ്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അല്ല അത് സംഭവിച്ചത്. അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള ഒരു വാഗ്വാദമായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററും അതേപോലെ തന്നെ EP ജയരാജനും തമ്മിൽ അവിടെ നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഈ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച ആ കാര്യത്തിൻ്റെ ഒരു പരിണിതിയാണ്. കാരണം അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ പാർട്ടി നിഷേധിക്കപ്പെട്ട സമയത്താണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ നിഷേധിക്കപ്പെട്ട സമയത്താണ് അദ്ദേഹം പിണക്കം ആരംഭിക്കുകയും ആ പിണക്കങ്ങളാണ് ഇത്തരത്തിൽ അവസാനം അദ്ദേഹത്തെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിണങ്ങുന്ന ഒരു നേതാവിനെ എങ്ങനെ ഇണക്കുകയും അതുപോലെ പാർട്ടിക്ക് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പരിശോധിക്കുന്നതിൽ പാർട്ടിക്ക് പറ്റിയ വലിയ വീഴ്ച ഇതിനകത്തുണ്ട്. ജോർജൊക്കെ പറഞ്ഞ പോലെ ഇതൊരു പാഠമാകുന്നത് ആ പാഠം കൂടി ഉൾക്കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആളുകളെ പുകച്ച് പ്രത്യാടിക്കലോ വെട്ടിമാറ്റലോ മാത്രമല്ല പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്. പാർട്ടിക്കകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്വാരസ്യത്തിന് വിധേയമായിരിക്കുന്നതായിട്ടുള്ള നേതാവിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം. നേതാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അണികളുടെ കാര്യത്തിലും അതേപോലെ തന്നെയുള്ള തീരുമാനങ്ങൾ എടുക്കാത്തിടത്തോളം കാലം പാർട്ടിക്ക് നിരന്തരമായിട്ട്
ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, ആളുകളുടെ അണികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, പാർട്ടി ദുർബലപ്പെട്ടുകൊണ്ടിരിക്കും. പാർട്ടി ശക്തപ്പെടുകയല്ല ചെയ്യുന്നത്. ഗൗരിയമ്മ മുതലേ MVRന്റെ കളരിയിൽ വളർന്ന ഒരാളായിരുന്നു EP എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ MVR മുതൽ തുടങ്ങി അതുപോലെ KR ഗൗരിയമ്മ മുതൽ ഇങ്ങോട്ട് പോന്നിട്ടുള്ള പുറത്ത് പോക്കപ്പെട്ടുള്ളതായിട്ടുള്ള എല്ലാ നേതാക്കളുടെയും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച അതാണ്. പാർട്ടിയോട് പിണങ്ങുന്നതായിട്ടുള്ള ഒരു നേതാവിനെ എങ്ങനെ പാർട്ടിയിൽ നിർത്തേണ്ടതുണ്ട് എന്ന് പരിശോധിക്കുന്നതിൽ വലിയ പാളിച്ച പറ്റിയ പാർട്ടിക്ക് വേണ്ടി നിന്ന നേതാവ്, പാർട്ടിക്ക് വേണ്ടി പല കാര്യങ്ങളും നടപ്പാക്കിയ നേതാവ്, ഈ നിലയ്ക്കൊക്കെ EP സ്വീകാര്യനായിരുന്നു പാർട്ടിക്ക്. പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് നിന്ന നേതാവ് എന്ന നിലയ്ക്ക് പലപ്പോഴും പിണങ്ങിയപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പിന്നീട് മടങ്ങിയെത്താനുള്ള ഒരു സാഹചര്യം EP ഉണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടി വെടിയുണ്ട കൊണ്ടു നടക്കുന്ന നേതാവ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചില നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് EP പാർട്ടിയിൽ നിന്നും അകലുമ്പോൾ ഇനി എന്താണ് പാർട്ടി മുന്നിൽ കണ്ടിരിക്കുന്നത്? കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം തുടരും എന്നുള്ളത് തന്നെയാണോ താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? അങ്ങനെ തുടരുന്നു എന്നുള്ളത് നിശബ്ദനായി അദ്ദേഹം ഇരിക്കാനുള്ള ഒരു ആയുധം കൂടിയാവുകയാണ്. അല്ല, EPക്ക് വേറെ വഴിയില്ല. കാരണം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ ജനിച്ച് വളർന്നു വന്ന EP ജയരാജനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ NM പിയേഴ്സൺ പറഞ്ഞത് ശരിയാണ്. എം വി രാഘവൻ പുറത്തു പോയത് ഒരു വലിയ സംഭവമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ CPM എത്ര പെട്ടെന്ന് തന്നെ കരകയറി. VS അച്യുതാനന്ദനും EMS നമ്പൂതിരിപ്പാടുമൊക്കെ ശക്തമായിട്ടുള്ള ഒരു പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ KR ഗൗരിയമ്മ, MA ബേബിയൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട്. MA ബേബിയൊക്കെ വളരെ കഷ്ടപ്പെട്ടു ഗൗരിയമ്മയെ തിരിച്ചു കൊണ്ടിരുന്നതിന്. അതും കാര്യം വേറെ, അവർക്കൊക്കെ അന്ന് തന്നെ അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതും ശരിയായ നടപടിയല്ലേ. ഗൗരിയമ്മയെ പോലെ ഒരാൾ 1957 ആദ്യമായിട്ട് ഭൂപരിഷ്കരണം സംബന്ധിച്ച് ഒരു ഓഡിയൻസ് ഒരാഴ്ച കൊണ്ട് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അവതരിപ്പിച്ച ഒരു വലിയ നേതാവ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ ഒന്നും കളയരുതായിരുന്നു. പിയേഴ്സൺ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പാർട്ടിയാണ് വലുത്. എല്ലാ കാര്യത്തിലും പാർട്ടിയാണ് വലുത്. അത് കോൺഗ്രസ് പാർട്ടി ആവട്ടെ, CPM ആവട്ടെ, പ്രത്യേകിച്ച് CPM. അത് CPMൻ്റെ നേതൃത്വത്തിന് അത് ചെയ്തല്ലേ പറ്റുകയുള്ളൂ. ഇവിടെ EP ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട്. ഞാൻ കണ്ണൂരിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ കാണുക സ്ഥിരം പതിവാണ്. തീർച്ചയായും എല്ലാവരെ സംബന്ധിച്ചും EP നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. എല്ലാവരുമായും, എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും, എല്ലാ മാധ്യമപ്രവർത്തകരുമായും ഒക്കെ നല്ല ബന്ധം എന്നുള്ളത് ഒരു CPM നേതാവിന്റെ ഗുണമാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നാളെ ഇപ്പോൾ ബ്രാഞ്ച് യോഗങ്ങൾ തുടങ്ങുമ്പോൾ പാർട്ടി അണികൾക്ക്, പാർട്ടി സഖാക്കൾക്ക് ഒരു മറുപടി നൽകേണ്ടതുണ്ട് പാർട്ടിക്ക്. ആ മറുപടിയാണ് സമ്മേളന കാലത്തിൻ്റെ തലേ ദിവസം പാർട്ടി തൽക്കാലം നൽകിയിരിക്കുന്നത്. ഇതൊരു തിരുത്തലാണെങ്കിൽ ആ തിരുത്തലിനൊരു തുടർച്ചയുണ്ടാകട്ടെ. നമ്മുടെ സമയക്കുറവ് മൂലം നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടരാം. റിജിൽ മാക്കുറ്റി, ദയവായി ക്ഷമിക്കുക, സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്ദി എല്ലാവർക്കും.